അഖില മിസ് ആണ്. സോ ദാ നമ്മുടെ കെമിസ്ട്രിയിലെ ഈസ് മാറ്റർ അറൗണ്ട് എ സ്പിയർ ആ ചാപ്റ്റർ ആണ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs, ഒരു 10ഓളം MCQs ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് പറയാ. യെസ്, നമുക്ക് നോക്കാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബ്രോൺസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മുടെ ബ്രോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, അതൊരു അലോയ് ആണ്. അലോയ് എന്ന് പറയുന്ന സമയത്ത് അത് മെറ്റൽസിന്റെ മിക്സ്ചർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് ഏതിന്റെ ആണെന്നാ ചോദിച്ചിട്ടുള്ളത്. കോപ്പർ ആൻഡ് സിങ്ക് ആണോ, കോപ്പർ ആൻഡ് ടിൻ ആണോ, ലെഡ് ആൻഡ് ടിൻ ആണോ, നൺ ഓഫ് ദ എബവ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ബ്രോൺസ് എന്ന് പറയുന്ന സമയത്ത് അത് കോപ്പർ ആൻഡ് ടിൻ ആണ് അല്ലേ. സോ നമ്മുടെ ഓപ്ഷൻ ബി നമുക്ക് മാർക്ക് ചെയ്യാം, കോപ്പർ ആൻഡ് ടിൻ ആണ്. പലർക്കും പലപ്പോഴും തരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. കോപ്പർ ആൻഡ് ടിന്നും കോപ്പർ ആൻഡ് സിങ്കും നമ്മളോട് എന്ത് ചെയ്യും? മാറിപ്പോവും. അപ്പൊ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ അത് കോപ്പർ ആൻഡ് ടിൻ ആണ്. ബ്രാസ് ആണ് എന്ത്? യെസ്, നമ്മുടെ കോപ്പർ ആൻഡ് സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാസ് ആണ് എന്ത്? കോപ്പർ ആൻഡ് സിങ്ക്. ബ്രോൺസ് നമ്മളുടെ മെഡൽ ഒക്കെ ആലോചിക്കുക, അതെന്താണ്? കോപ്പർ ആൻഡ് ടിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ടിങ്ചർ ഓഫ് അയഡിൻ ഫൈൻഡ് ദ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. ഓക്കെ, സൊല്യൂട്ടും സോൾവെന്റും എന്താന്ന് ചോദിച്ചിരിക്കുകയാണ്. ടിങ്ചർ ഓഫ് അയഡിൻ നമുക്കറിയാം, സൊല്യൂഷൻ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡിസോൾവ് ചെയ്ത് പോകുന്ന മൈനർ കമ്പോണന്റിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഏതിലാണോ ഡിസോൾവ് ചെയ്യിക്കുന്നത്, മേജർ കമ്പോണന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ അയഡിൻ ആണ് എന്ത്? നമ്മളുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസോൾവ് ചെയ്യിക്കുന്നത് ആൽക്കഹോളിലാണ്. സോ ഇവിടെ നമ്മുടെ സോൾവെന്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി അല്ലേ, അയഡിൻ ഈസ് ദ സൊല്യൂട്ട് ആൻഡ് ആൽക്കഹോൾ ഈസ് ദ സോൾവെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വാട്ട് ഈസ് ട്രൂ അബൌട്ട് ഹോമോജീനസ് മിക്സ്ചർ. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് ഹോമോജീനസും ഉണ്ട്, ഹെട്രോജീനസും ഉണ്ട്. നമ്മുടെ യൂണിഫോം കമ്പോസിഷൻ ആയിരുന്നു ഹോമോജീനസ് എന്ന് പറയുന്ന സമയത്ത്, ഹെട്രോജീനസ് എന്ന് പറയുന്ന സമയത്ത് നോൺ യൂണിഫോം കമ്പോസിഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസ് വായിക്കാം. ഫസ്റ്റ് എന്താണ്? ഹോമോജീനസ് മിക്സ്ചർ ഈസ് ദ മിക്സ്ചർ ഓഫ് 2 or more than 2 components. അത് കറക്റ്റ് ആണ് അല്ലെ. മിക്സ്ചർ എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് എന്താണ്? യെസ്, അതില് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉണ്ടായിരിക്കണം. അത് ഹോമോജീനസ് ആണെങ്കിൽ ശരി, ഹെട്രോജീനസ് ആണെങ്കിലും ശരി. അപ്പൊ ഈ തന്നിട്ടുള്ള എ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താ? ഇൻ ഹോമോജീനസ് മിക്സ്ചർ ദ കമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദ മിക്സ്ചർ. നമ്മൾ പറഞ്ഞു അല്ലെ, ഹോമോജീനസ് എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്? യൂണിഫോം ആയിരിക്കണം, യൂണിഫോം ആയിരിക്കണം അല്ലെ. അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ കമ്പോസിഷനും ഒക്കെ എന്താണ്? യൂണിഫോം ആയിരിക്കണം ത്രൂ ഔട്ട്. അപ്പൊ എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ സി മാർക്ക് ചെയ്യാം അല്ലെ. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ MCQs വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഓപ്ഷൻ എ കാണുന്ന സമയത്ത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ആണെന്നൊക്കെ മനസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാ ഓപ്ഷൻസും എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. ചിലപ്പോൾ എന്ത് വരാം? യെസ്, നിങ്ങളൊന്ന് ട്വിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേക്കാം, ഓപ്ഷൻസ് എന്ത് ചെയ്തേക്കാം, തന്നേക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്യൂർ സബ്സ്റ്റൻസ് ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. നമുക്ക് പ്യൂർ സബ്സ്റ്റൻസ് ഉണ്ട്, നമുക്ക് മിക്സ്ചേഴ്സും ഉണ്ട്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മിക്സ്ചറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ പ്യൂർ സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് അതിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാന്നാ പഠിച്ചത്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. നമ്മുടെ എലമെന്റ്സ് എല്ലാം എന്താണ്? പ്യൂർ സബ്സ്റ്റൻസ് ആണ്. അതുപോലെ നമ്മുടെ കോമ്പൗണ്ട്സ് എല്ലാം എന്താണ്? യെസ്, അതും പ്യൂർ സബ്സ്റ്റൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻ ബി അല്ലെ, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട് ആണ് എന്ത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? യെസ്, മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ, എലമെന്റ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ, സൊല്യൂഷൻസ്, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻസ്. അപ്പൊ അതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ മിൽക്ക് വരുന്നുണ്ടായിരുന്നത്? അത് നമ്മുടെ കൊളോയിഡ് ആയിരുന്നു. ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മിൽക്ക് അല്ലെ. മിൽക്ക് ഒരു കൊളോയിഡ് ആണെന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്? ദ പാത്ത് ഓഫ് ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ എ സൊല്യൂഷൻ. നമുക്കറിയാം, സൊല്യൂഷനിലെ പാത്ത് ഓഫ് ലൈറ്റ് എന്തല്ല? വിസിബിൾ അല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? വെരി ലാർജ് പാർട്ടിക്കിൾ സൈസ്, വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ്, ദേ ആർ അൺസ്റ്റേബിൾ, ഓൾ ഓഫ് ദ എബവ്. ഏതാണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ആ പാർട്ടിക്കിൾസിനൊന്നും അതിനകത്ത് സെപ്പറേറ്റ് കാണാൻ പോലും പറ്റുന്നില്ല അല്ലെ. അതായത്
അത്രയും പാർട്ടിക്കിൾ സൈസ് സ്മോൾ ആണ്. സോ വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ദേ ആർ അൺസ്റ്റേബിൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ ഒരിക്കലും അൺസ്റ്റേബിൾ അല്ല അല്ലേ, അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. അതിനെ ഇങ്ങനെ വെച്ചിരുന്നാൽ അത് എന്ത് ചെയ്യുന്നില്ല, സെറ്റിൽ ഡൗൺ ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പറയാം അവർ സ്റ്റേബിൾ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ മിക്സ്ചർ ഓഫ് കോപ്പർ സൾഫേറ്റ് ആൻഡ് വാട്ടർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. കോപ്പർ സൾഫേറ്റ് ആൻഡ് വാട്ടർ ഇങ്ങനെ വലുതാക്കി പറയാനൊന്നും ഇല്ല അല്ലേ, നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെ പറ്റിയല്ലേ ഈ പറയുന്നത്. സോ അവിടെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം, അതൊരു സൊല്യൂഷൻ ആണ് അല്ലേ. ദെൻ എന്താണ്? വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. ഓക്കെ, കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ പ്രത്യേകത നമുക്കറിയാം, സൊല്യൂഷനേക്കാളും പാർട്ടിക്കിൾ സൈസ് സൊല്യൂഷനേക്കാട്ടും കുറച്ചുകൂടെ ഉണ്ടാവും. എന്നാൽ സസ്പെൻഷൻ പോലെയാണോ? ഒരിക്കലും അല്ല. അവരും തന്നെയാണ്, സ്മോൾ പാർട്ടിക്കിൾസ് തന്നെയാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽട്ടർ ചെയ്തൊന്നും ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? സെൻട്രിഫ്യൂഗേഷൻ തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? ദ സ്കാറ്ററിംഗ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് ഈസ് കോൾഡ്. അപ്പൊ ആ ഒരു ഫിനോമിനൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? ടിൻഡാൽ എഫക്റ്റ് ആണ് അല്ലെ. ഈ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ് വരുന്നത് നമ്മളുടെ ടിൻഡാൽ എഫക്റ്റ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം അല്ലെ. ഒരു ലൈറ്റ് എന്ത് ചെയ്യാണ്? സ്കാറ്റർ ചെയ്യാണ്. ആ പ്രോപ്പർട്ടിക്കാണ്, ആ ഒരു ഫിനോമിനൻ ആണ് നമ്മൾ ടിൻഡാൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലൈറ്റിന്റെ പാത്തൊക്കെ വിസിബിൾ ആവുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ടിൻഡാൽ എഫക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ഷേവിംഗ് ക്രീം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എയറോസോൾ ആണോ, ഫോം ആണോ, സോളിഡ് സോൾ ആണോ, ജെൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ എയറോസോൾ എന്ന് പറയുന്ന സമയത്ത് അത് എന്താണ്? അത് ഫോം ആണ് അല്ലെ. ഫോം ആണ്. ഫോം എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് അത് വരുന്നത്. ഇനി ഇതേ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സോൾ ആൻഡ് ജെൽ ആർ എക്സാമ്പിൾ ഓഫ്. ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? സോളിഡ് കൊളോയിഡ് ആണോ? സോൾ ഈസ് എ സോളിഡ് ലിക്വിഡ് കൊളോയിഡ് ആൻഡ് ജെൽ ഈസ് എ ലിക്വിഡ് സോളിഡ് കൊളോയിഡ്. അതുപോലെ എന്താണ്? സോൾ ഈസ് സോളിഡ് കൊളോയിഡ് ആൻഡ് ജെൽ ഈസ് സോളിഡ് ലിക്വിഡ് കൊളോയിഡ് അല്ലേ. ലാസ്റ്റ് എന്താണ്? സോൾ ഈസ് എ ലിക്വിഡ് സോളിഡ് കൊളോയിഡ് ആൻഡ് ജെൽ ഈസ് എ സോളിഡ് ലിക്വിഡ് കൊളോയിഡ്. എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. സോ ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക? ഉടനെ തന്നെ അല്ലേ, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യുക. സോ ഇനിയും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.